അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ VS ശിവകുമാറിന് ക്ലീൻ ചിറ്റ്. ശിവകുമാറിന്റെ ഡ്രൈവർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന് വിജിലൻസ് കണ്ടെത്തൽ. ഡ്രൈവറെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടി ശിവകുമാറിന്റെ സുഹൃത്തിനെതിരെയും കണ്ടെത്തലുണ്ട്. ആദായനികുതി വകുപ്പിന്റെ അന്വേഷണത്തിന് ശുപാർശ വരുന്നു. റിപ്പോർട്ട് സർക്കാരിന് കൈമാറി വിജിലൻസ്. വിവരങ്ങളുമായി MS വീണ ഒപ്പം ചേരുന്നു. കൃഷ്ണരാജ്, വീണ ഒരു വളരെ വിചിത്രമായി തോന്നി ഈ കണ്ടെത്തൽ. VS ശിവകുമാർ വളരെ ക്ലീനാണ്, ഗംഭീരമാണ്. സഹായിയും സുഹൃത്ത് അനധികൃത സ്വത്ത് സമ്പാദിച്ചു, ഡ്രൈവർ അനധികൃത സ്വത്ത് സമ്പാദിച്ചു, ഡ്രൈവർക്കെതിരെ ആദായനികുതി അന്വേഷണം നടത്തുന്നു. ഇതൊക്കെ ശരിക്കുള്ളതാണോ? ഇതാരെങ്കിലും കളിയാക്കാനുള്ളതാണോ? അതോ എന്തെങ്കിലും അന്തർധാരയുടെ ഭാഗമാണോ? ഒന്നും മനസ്സിലാകുന്നില്ല. വീണ, എനിക്ക് കേട്ടിട്ടാകെ വിചിത്രമായി തോന്നുകയാണ് ഈ ഒരു ക്ലീൻ ചിറ്റ്. അത്ര ക്ലീനായി തോന്നുന്നില്ല ഈ ക്ലീൻ ചിറ്റ്. വീണ, പ്രദീപ് സാർ, ഈ ഒരു വിഷയമായി പരിശോധിക്കുകയാണെങ്കിൽ ഈ 2011 മുതൽ 2016 വരെയുള്ള VS ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള രീതിയിൽ, അതായത് ഒരു മന്ത്രിയായിരിക്കുമ്പോൾ ആ MLA യും ഒപ്പം തന്നെ മന്ത്രി എന്നുള്ള ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന അലവൻസുകൾ മാത്രമാണ് അദ്ദേഹത്തിനുള്ള സമ്പാദ്യം. എന്നാൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. 2020 ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ചോദ്യം ചെയ്തു. അതിനുശേഷം മീഡിയയൊക്കെ ചോദ്യം ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇതിനെ തുടർന്ന് കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിജിലൻസ് ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. അതായത് ശിവകുമാറിന് അനധികൃതമായിട്ടുള്ള സ്വത്തൊന്നുമില്ല. ഈ ഒരു മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മുൻ MP എന്ന നിലയ്ക്കൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ട ഒരു സ്വത്തിൻ്റെ കണക്കുകൾ മാത്രമാണ് ഉള്ളതെന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് വിജിലൻസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് സർക്കാരിന് കൈമാറി എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. മറ്റൊരു കൗതുകരമായിട്ടുള്ള കാര്യം, ശിവകുമാറിനൊപ്പം ഉണ്ടായിരുന്ന 3 പേർക്ക്, സുഹൃത്തിനും ഒപ്പം തന്നെ ഡ്രൈവർക്കും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഹരികുമാർ എന്ന് പറയുന്നത്, ഇവർക്ക് 3 പേർക്കുമാണ് അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള കാര്യങ്ങളിലേക്ക് കണ്ടെത്തലുകൾ ഉണ്ടായി എന്ന് വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഒരു രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ, ഒപ്പം തന്നെ ശിവകുമാറിൻ്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ്. നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 2016 ആ ഒരു കാലയളവിൽ ഇദ്ദേഹം ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാന ചുമതല വഹിച്ചിരുന്ന ആളായിരുന്നു രാജേന്ദ്രൻ. അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തുകയും അതിൻ്റെ പേരിൽ രാജേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്നത് ശിവകുമാറാണെന്ന പേരിൽ വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാവുകയും ശിവകുമാറിൻ്റെ വീട്ടിലേക്ക് ആ കോർപ്പറേറ്റ് ബാങ്കിലെ നിക്ഷേപകർ വന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ തെളിവുകൾ, അതായത് സാമ്പത്തിക ഇടപാടുകൾ, അതിൻ്റെ ക്രയവിക്രയങ്ങൾ, നിക്ഷേപങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തെളിവുകളൊക്കെ ഹാജരാക്കണമെന്ന് വിജിലൻസ് പറയുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവകുമാർ വിജിലൻസിന് ഈ രേഖകളൊക്കെ കൈമാറി എന്നാണ് പറയപ്പെടുന്നത്. ആ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ ശിവകുമാറിന് ഒരു MLA അല്ലെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു MP ആയിരുന്ന കാലഘട്ടത്തിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ, ജനപ്രതിനിധിയൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു വരുമാനം മൂലം ഉണ്ടാകുന്നതിൻ്റെ ഒരു സ്വത്ത് കണക്കുകൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അതിലൊരു അനധികൃതമായിട്ടുള്ള രേഖകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും കൗതുകമുണ്ടാകുന്ന ഈ ഒരു സുഹൃത്തുക്കളുടെ കാര്യത്തിൽ, അതായത് ഡ്രൈവർക്ക് എന്ന നിലയിൽ ലക്ഷങ്ങൾ, അതായത് അന്ന് 20 ലക്ഷത്തോളം വരുമാനം ഉണ്ടായിരുന്ന ആൾക്ക് എങ്ങനെയാണ് ഇന്ന് 44 ലക്ഷത്തിന് മുകളിൽ എങ്ങനെയാണ് സമ്പാദ്യം കൂടുന്നത്, അതിൻ്റെ സ്രോതസ് എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ളൊരു അന്വേഷണം നടത്തണമെന്നാണ് ഈ ഒരു വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ തന്നെ ഈ സുഹൃത്തെന്ന് പറയുന്ന രാജേന്ദ്രന് അന്ന് 50 ലക്ഷത്തിനും അല്ലെങ്കിൽ 60 ലക്ഷത്തിനിടയിലൊക്കെ ഒരു സമ്പാദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 1 കോടിക്ക് മുകളിലേക്ക് പോയെന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഈ ഡ്രൈവർക്കും തുച്ഛമായ വരുമാനം മാത്രമേ, അതായത് ഈ മന്ത്രിയുടെ ഡ്രൈവർ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വരുമാനം മാത്രമേ ഉള്ളൂ. അനധികൃതമായി എങ്ങനെയാണ് ലക്ഷങ്ങളുടെ വർധനവ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപാടുകൾ, ശിവകുമാറുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ ഇവർ മുഖാന്തരം നടത്തിയിട്ടുണ്ടോ എന്ന സംശയങ്ങൾ കൂടി നിലനിൽക്കുകയാണ്. ശിവകുമാറിന്റെ ഒരാളില്ലാതെ എങ്ങനെയാണ് ഒരു സാധാരണ ഡ്രൈവർ ഇത്രയൊക്കെ സമ്പാദിക്കുന്നത്? കോടി, ആ വാക്കൊക്കെ ചിന്തിക്കാൻ പോലും ആവുന്നില്ല. അപ്പോൾ ഒരു വഴികാട്ടിയില്ലാതെ, സംരക്ഷണമൊഴുക്കാൻ ഒരാളില്ലാതെ, അല്ലെങ്കിൽ ബിനാമിയാകാതെ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും തുക ഉണ്ടാക്കാൻ പറ്റുക? ഇനി മനസ്സിലാകുന്നില്ല. തീർച്ചയായും കൃഷ്ണ, ആ ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മുൻ മന്ത്രിയായിരുന്ന ആൾക്ക്, സമൂഹത്തിൽ ഉന്നത നിലയിൽ കഴിയുന്ന ഒരാൾക്ക്, അയാൾക്ക് കൃത്യമായിട്ടുള്ള, അതായത് അനധികൃതമൊന്നുമില്ല, കൃത്യമായ സമ്പാദ്യമൊക്കെ കുറവാണെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ സ്ഥാപിക്കുന്നത്. അപ്പോൾ വഴികാട്ടിയായി സുഹൃത്തുക്കളെ കൊണ്ട്, അടുത്ത സുഹൃത്തുക്കളെ കൊണ്ടും ഒപ്പം തന്നെ ഡ്രൈവറെ കൊണ്ടും തൻ്റെ ബിനാമിയാക്കി മാറ്റിയാണോ ഇത്തരത്തിലുള്ള സമ്പാദ്യം നടത്തിയെന്നുള്ളൊരു വലിയ ചോദ്യം ബാക്കിയാവുന്നുണ്ട്. കാരണം ഇത് കേൾക്കുന്ന ഓരോ സാധാരണക്കാരനും ഉയരുന്നൊരു ചോദ്യമാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടുന്ന ഒരുപാട് ഡ്രൈവർമാർ നമ്മുടെ നാട്ടിൽ
നാട്ടിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വാഹനമൊക്കെ ഓടിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ ലക്ഷങ്ങളുടെ വർധനവ് ഉണ്ടാകുന്നത്? അദ്ദേഹത്തിന് എന്താണ്, ലോട്ടറി ഒന്നും അടിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വരുമാന വർധനവ് ഉണ്ടാകുന്നത് എന്നുള്ള വലിയ തരത്തിലുള്ള ഒരു ചോദ്യം ബാക്കിയാണ്. ഒപ്പം നിൽക്കുമ്പോൾ തന്നെ ഒരു മന്ത്രിയുടെ ഒപ്പം നിൽക്കുമ്പോൾ ആ മന്ത്രിയുടെ സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾക്ക് കരുവാക്കുന്നത് സുഹൃത്തിനെയും ഇത്തരത്തിലുള്ള ഡ്രൈവറെയും ഒക്കെയാണോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിനായി തന്നെയാണ് പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് വിജിലൻസ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇതിൻ്റെ സ്രോതസ് എങ്ങനെയാണ്, ഈ വരുമാനം ഏത് തരത്തിലാണ് ഇടപാടുകൾ നടത്തുന്നത്, ഈ അക്കൗണ്ടിലാണോ അല്ലെങ്കിൽ കൈമറിഞ്ഞ് വന്നതാണോ, അത് ആര് തന്നു, ആ പൈസയുടെ സോഴ്സ്, ആ പണത്തിൻ്റെ സോഴ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത്രയുമൊക്കെ പണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഡ്രൈവറുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ജീവിതത്തിലും ഉണ്ടായ മാറ്റങ്ങൾ എന്താണ്, ആ ശിവകുമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്കൗണ്ടുകൾ മറ്റാരുടെയെങ്കിലും പേരിൽ തുടങ്ങി ഇത് മുഖാന്തരം ഈ ഡ്രൈവറെ ഇടനിലക്കാരനാക്കിയിട്ടുള്ള ഇടപാടുകളാണോ നടത്തിയിട്ടുള്ള എന്നുള്ള വലിയ ചോദ്യം കൂടി ബാക്കിയാവുകയാണ്. എന്തായാലും വിജിലൻസ് ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുകയാണ്. സർക്കാർ ഈ ഒരു സാഹചര്യത്തിൽ നടപടി എടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും ശിവകുമാറിന് മത്സരിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ കൂടിയൊക്കെ പ്രകടിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവിന് വേണ്ടിയുള്ള അഹോരാത്ര പ്രയത്നം നടത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും ശിവകുമാറിന് ക്ലീൻ ചീറ്റ് കിട്ടിയെന്നുള്ളത് ആശ്വാസ കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഉറ്റ സുഹൃത്തുക്കളിലും ഡ്രൈവറിലേക്കും അന്വേഷണം എത്തുമ്പോൾ അത് ശിവകുമാറിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടി ഉറപ്പാണ്. കണക്കുകൾ ബോധിപ്പിക്കെടുത്തേണ്ടി വരും. കാരണം മീഡിയ അടക്കം അന്വേഷിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കൃഷ്ണരാജ്, സ്വത്ത് സമ്പാദന കേസിൽ ശിവകുമാർ മാന്യൻ, ശിവകുമാറിന്റെ ഡ്രൈവർ, സഹായി, സുഹൃത്തും ഒക്കെ കുഴപ്പക്കാരാണ്. അല്ല, എനിക്കിപ്പോഴും എൻ്റെ ഒരു ഈ സംശയം ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. VS ശിവകുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു. VS ശിവകുമാറിൻ്റെ ഡ്രൈവർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു. സുഹൃത്ത്, സഹായി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു. ഇവർക്കെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് തിരിച്ചടിയാവുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം ഈ പണത്തിന്റെ സോഴ്സൊക്കെ ആദായ നികുതി വകുപ്പ് വരുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കും. ഈ ഒരു രാഷ്ട്രീയ സ്വാധീനമൊന്നും അവിടെ വിലപ്പോകണമെന്നില്ല. സ്വാഭാവികമായും ഈ നിങ്ങൾ ക്ലീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ക്ലീനാണോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിക്കാനുള്ള പരിപാടിയാണ് സംശയമുണ്ട്. അപ്പോൾ ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു MS വീണ.